ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ബംഗ്ലാദേശിനെതിരെ ചെപ്പോക്ക് ടെസ്റ്റിൽ മികച്ച വിജയമാണ് ടീം ഇന്ത്യ നേടിയെടുത്തത്. ഇനി ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസിലെ രണ്ടാം ടെസ്റ്റ് 27-ാം തീയതി കാൺപൂരിൽ പോവുകയാണ്. നമുക്കറിയാം, 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ടീം ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ 3 20-20 മത്സരങ്ങളും കളിക്കുന്നുണ്ട്. സോ സീനിയർ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റ് പരമ്പരയായതിനാൽ തന്നെ വരാനിരിക്കുന്ന T20 പരമ്പരയിൽ യുവ താരനിരയുമായിട്ടായിരിക്കും ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടാൻ പോകുന്നത്. സോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് T20 പരമ്പരയുള്ള സ്കോഡിനെ പറ്റിയുള്ളൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ക്രിക്ബസ് ആണ് അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്കറിയാം, 1-ാം ടെസ്റ്റിൽ മികച്ച വിജയമായിരുന്നു ടീം ഇന്ത്യ നേടിയെടുത്തത്. സോ ബംഗ്ലാദേശിനെതിരെ അടുത്ത ടെസ്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്ത് തുടരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത ടെസ്റ്റും 27-ാം തീയതി മുതൽ കാൺപൂരിൽ തുടങ്ങാൻ പോകുന്ന 2-ാം ടെസ്റ്റ് കൂടി വിജയിച്ചാൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് ഒരു പടി കൂടി ഇന്ത്യക്ക് അടുക്കാൻ സാധിക്കും. അടുത്ത ആഴ്ചയാണ് ഇന്ത്യ ബംഗ്ലാദേശ് T20 സീരീസ് തുടങ്ങാൻ പോകുന്നത്. ഒക്ടോബർ 6 മുതലാണ് 3 മത്സരങ്ങളുടെ T20 പരമ്പര ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ കളിക്കാൻ പോകുന്നത്. സോ സീനിയർ താരങ്ങളെല്ലാം ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയതിനാൽ തന്നെ അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സീനിയർ താരങ്ങളെല്ലാം മാറ്റി നിർത്തി ഒരു യുവനിരയുമായിട്ടായിരിക്കും ഇന്ത്യ ബംഗ്ലാദേശിനുള്ള 20-20 പരമ്പര കളിക്കാൻ പോകുന്നത്. സോ അങ്ങനെയുള്ളപ്പോൾ ഇത്തവണ T20 സ്കോഡിനെ സംബന്ധിച്ച് ചില നിർണായക അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് സൂര്യകുമാർ യാദവ് ആയിരിക്കും T20 പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള താരങ്ങൾ ടീമിൽ എത്തിയേക്കും. സോ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിക്കറ്റ് കീപ്പിങ്ങിലേക്ക് ഋഷഭ് പന്തിനും കളിക്കാൻ സാധ്യതയില്ല. നിലവിൽ ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പന്തിന് വിശ്രമം അനുവദിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസണും, മലയാളി താരം സഞ്ജു സാംസണും, അതോടൊപ്പം തന്നെ BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിലവിൽ ദുലീപ് ട്രോഫിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഇഷാൻ കിഷനെയുമായിരിക്കും വിക്കറ്റ് കീപ്പിങ്ങിലേക്ക് പരിഗണിക്കാൻ പോകുന്നത്. ക്രിക്ബസ് ആണ് അത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. ഋഷഭ് പന്തിന് വർക്ക് ലോഡ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി T20 സീരീസിൽ നിന്ന് അദ്ദേഹത്തിന് റെസ്റ്റ് അനുവദിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസണും അതോടൊപ്പം തന്നെ ഇഷാൻ കിഷനുമായിരിക്കും ആ ഒരു സ്കോഡിലേക്ക് വരാനുള്ള ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പേഴ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.